നമസ്കാരം. പുതിയ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ CPR കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, അതായത് ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം. നമ്മൾ സാധാരണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഹൃദ്രോഗങ്ങൾ. ഹൃദ്രോഗങ്ങൾ പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കുകൾ നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട്, ഡെയിലി ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിനെ ഒരു തൽക്കാലം നമുക്കൊരു പ്രഥമ ശുശ്രൂഷ കൊടുക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു അവയർനെസ്സിൻ്റെ കുറവുണ്ട്. കാരണം നമ്മളെ പാഠ്യപദ്ധതിയിൽ ഒന്നും ഇല്ലാത്ത സാധനമാണ് ഈ CPR പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ട്രോമാ കെയറും മലബാർ ന്യൂസും കൂടിയും ചേർന്നുകൊണ്ട് ഇന്ന് ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളിന്ന് ഇവിടെ ഈ ഒരു എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ വരുന്നു. ഈ ബാത്ത് അവിടെ വെച്ചോളൂ മതി. നമ്മളിപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണ് ഇട്ടാണ് ഇദ്ദേഹത്തെ കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹം കുഴഞ്ഞു വീഴാറുള്ളത് പല രീതിയിലുണ്ട്. നമുക്ക് സാധാരണ തലതിരിച്ചിലും കുഴഞ്ഞു വീഴാം, അതേമാതിരി ഷുഗർ ഇറങ്ങിക്കഴിഞ്ഞാലും കുഴഞ്ഞു വീഴാം. പല രീതിയിലുള്ള കുഴഞ്ഞു വീഴ്ചയുണ്ടോ. പെട്ടെന്നുണ്ടാകുന്ന നമുക്കൊരു കേൾക്കാൻ പറ്റാത്തൊരു വാചകം, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നമുക്കൊരു വിഷമം തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സിഗ്നൽ, അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടുക, അല്ലെങ്കിൽ അത്ര ഒരു വാർത്തകൾ അറിഞ്ഞു കഴിഞ്ഞാലും ചിലർ കുഴഞ്ഞു വീഴും. അപ്പോൾ നമ്മൾ അത് ആദ്യം തിരിച്ചറിയണം, ഇത് എന്ത് രൂപത്തിലുള്ള കുഴഞ്ഞു വീഴലാണ് എന്നുള്ളത്. അപ്പോൾ ഈ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇയാൾ എന്നൊക്കെ റിപ്ലൈ തരുന്നുണ്ടോയെന്ന്. അതിന് മുന്നേ വേറെ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സീൻ സേഫ്റ്റി നിർബന്ധമാണ്. കാരണം ഇദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഷോക്ക് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അതിനെങ്ങനെ തൊടാൻ പറ്റില്ല. വേറെ വല്ല രൂപത്തിലാണെങ്കിലും നമുക്ക് തൊടില്ല. നമ്മൾ ചെല്ലുമ്പോൾ, ഒരു റെസ്ക്യൂർ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ജീവനും കൂടി ഇതിൽ പ്രധാനപ്പെട്ടാണ്. സീൻ സേഫ്റ്റി നിർബന്ധമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഹൈവേയിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ ഹൈവേയിൽ നമുക്ക് സീൻ ഓടിച്ചെന്നൊരു ഇദ്ദേഹം എടുക്കുക പറയുന്നത് പ്രായോഗികമല്ല. കാരണം ബാക്കിൽ വരുന്ന വണ്ടികൾ നമ്മളെ തട്ടിയിട്ട് പോകും. സഹായിക്കാൻ ചെന്നവരുടെ ജീവനും കൂടി അപകടത്തിലാവും. അപ്പോൾ ആ ഒരു സീൻ സേഫ്റ്റി നോക്കിയിട്ട് ഇദ്ദേഹത്തെ എത്രയും വേഗം ഒരു റോഡിൻ്റെ സൈഡിലേക്കോ അല്ലെങ്കിൽ നല്ല സുരക്ഷിതമായ സ്ഥലത്തേക്കോ അദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം പെട്ടെന്ന് ഇദ്ദേഹത്തിന് ആദ്യം എന്തെങ്കിലും ഇയാൾ റിപ്ലൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ പൾസ് ഉണ്ടാവുന്നുണ്ടോ നോക്കണം. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തോളിൽ നമ്മൾ ശക്തിയായിട്ടും തട്ടി വിളിക്കുക, ചേട്ടാ 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 എന്ത് പറ്റി, ചേട്ടാ എന്ത് പറ്റി. അപ്പോൾ ഇദ്ദേഹം സാധാരണ ഒരു തലകറങ്ങലാണ്, വല്ല ബോധമുണ്ടെങ്കിൽ ഇദ്ദേഹം കണ്ണ് തുറന്നിട്ട് ഇയാൾ ചോദിക്കും, എനിക്ക് എന്ത് പറ്റി, എനിക്കറിയില്ല, ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഷുഗറിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണെന്ന് അവർ പറയും. ഇല്ല എങ്കിൽ ഇദ്ദേഹം ഒരു റിപ്ലൈയും തരില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പൾസ്, അതായത് ഈ കയ്യിലുണ്ടാകുന്ന പൾസുകളും നമുക്ക് കിട്ടില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യം കിട്ടുന്ന പൾസാണ്. പക്ഷേ ഈ പൾസ് ഇയാൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അതിനെന്ത് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് പൾസ് അടിക്കുന്നത് കരോട്ടിൻ പൾസ് പറയും. കഴുത്തിൻ്റെ ഇവിടെയുള്ള പൾസാണ് ഇങ്ങനെ അടിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. 10 സെക്കൻഡ് വരെ നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 അങ്ങനെ 10 സെക്കൻഡ് വരെ നമുക്കിത് ഇയാളെ നിരീക്ഷിക്കാം. ഇയാൾക്ക് പൾസ് ഉണ്ടോ, ഇയാൾക്ക് ജീവനുണ്ടോ എന്നുള്ളത്. 10 സെക്കൻഡിൻ്റെ മുകളിൽ നമ്മൾ തീരുമാനം എടുക്കാൻ വഴുകും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മരണത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇദ്ദേഹം ഒന്ന് മൂക്കിൻ്റെ ഇവിടുന്ന് ഒന്നിങ്ങനെ വെച്ച് നോക്കാം.
ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ശ്വാസം വിടുന്നത് നമ്മളെ ഈ കവളത്ത് ഫീൽ ചെയ്യും. മാത്രമല്ല ഈ വയറ് ഇങ്ങനെ പൊന്തുന്നതും താഴുന്നതായിട്ടും ഫീൽ ചെയ്യും. ചെറിയ തുടങ്ങിൽ പൊന്തും താഴുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ഇല്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പൾസ് പോയി, ഇയാൾ റിപ്ലൈ ചെയ്യുന്നില്ല, മൂക്കിൻ്റെ അധീനം ശ്വാസം വരുന്നില്ല, വയറും റൈസ് ആവുന്നില്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഹാർട്ട് നിലച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് അത് എത്രയും വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പോൾ സഹായത്തിന് ആളെ വിളിക്കണം, എത്രയും വേഗം ഒരു ആംബുലൻസ് വിളിക്കണം, എത്രയും വേഗം ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പക്ഷേ ഈ ഹൃദയം നിലച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് വരെ ബ്ലഡ് തലയ്ക്ക് കയറിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന് മസ്തിഷ്ക മരണം വരെ സംഭവിക്കാം. അങ്ങനെ ചാൻസ് ഉണ്ട്. കാരണം 5 മിനിറ്റിൻ്റെ മുകളിൽ 5-6 മിനിറ്റ് വരെ ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് തലച്ചോറിലേക്ക് കയറിയിട്ടില്ല എങ്കിൽ മസ്തിഷ്ക മരണം സംഭവിക്കാം. പിന്നെ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ എല്ലാ അവയവങ്ങളും പാർട്സുകളൊക്കെ നമുക്ക് നമ്മെ വിട്ട് പിരിഞ്ഞ് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് ഇദ്ദേഹത്തിന് പിന്നെ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യണം. പ്രഷർ അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ നിപ്പിളിൻ്റെ ലൈനിലും നമ്മൾ ഈ കഴുത്തിൻ്റെ സെൻറ്ററിലിട്ടൊരു മനസ്സ് കണ്ണുകൊണ്ടൊരു വര വരഞ്ഞ് അതിൻ്റെ സെൻറ്ററിലായിരിക്കണം നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അത് നല്ല നമ്മളെ പ്രഷറുള്ള കൈ മുകളിലും പ്രഷർ കമ്മിയുള്ള കൈ അടിയിലും വെക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ ഫിംഗർ ലോക്ക് ചെയ്യുക. ഇങ്ങനെ ഫിംഗർ ലോക്ക് ചെയ്ത് നമ്മളെ ഈ വളയരുത്, നമ്മളെ ഈ കൈമുട്ട് വളയാതെ സ്ട്രൈറ്റായി പിടിച്ച് ഇദ്ദേഹത്തിൻ്റെ നെഞ്ഞത്ത് 30 തവണ പ്രസ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 30 തവണ പ്രസ് ചെയ്യണം. ഈ പ്രസ് ചെയ്യണതിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് 1 മിനിറ്റിൽ 100 to 120 വരെ കംപ്രഷൻ വരണം. സാധാരണ നമ്മളെ പൾസ് ഉള്ളത് 65 70 75 വരെയൊക്കെ അടിക്കും. അത്രേ ഉണ്ടാവുള്ളൂ 1 മിനിറ്റിൽ. ഈ ഇതിലെന്താ ചോദിച്ചാൽ നമുക്കൊരു സെക്കൻഡിൽ 2 പ്രാവശ്യം ഞെക്കി കൊടുക്കണം. അപ്പോൾ ഋതമുണ്ട് 1 2 3 4 5 6 7 അങ്ങനെ ഒരു ഋതത്തിൽ വേണം നമുക്കിത് പ്രഷർ അപ്ലൈ ചെയ്യാൻ. ഈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആൾറെഡി നമുക്ക് ഹാർട്ടിൽ ബ്ലഡ് ഇല്ല. ഹാർട്ടിൻ്റെ ധർമ്മം എന്താ വെച്ചാൽ ബ്ലഡ് വലിച്ച് കയറ്റുകയാണ്. നമ്മളെ മസിലുകളിലും ഞരമ്പുകളിലാണ് ബ്ലഡ് ഉള്ളത്. വലിച്ച് കയറ്റി കറക്റ്റ് തലച്ചോറിലേക്ക് സപ്ലൈ ചെയ്യും. തലച്ചോറിലേക്ക് ഇത് സപ്ലൈ ചെയ്യും. അങ്ങനെ തലച്ചോറിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതേ രൂപത്തിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം, നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കണം, അത് നിർത്തരുത്. അപ്പോൾ 5 സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി 30 എണ്ണം വെച്ചിട്ട് 5 സൈക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് പൾസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പൾസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെയും തുടരണം. അപ്പോൾ നമുക്ക് സഹായത്തിന് ആൾ വേണം. നമ്മൾ ഇരുന്നുകൊണ്ട് മുട്ട് കുത്തിയിരുന്ന് ഒരു മുട്ട് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ഇവിടെയും ഒരു കാല് ഈ സൈഡിൽ നിന്നുകൊണ്ട് വേണം പ്രഷർ അപ്ലൈ ചെയ്യാൻ. ഈ വ്യക്തിയുടെ വലതുഭാഗത്താണ് നമ്മൾ ഇരിക്കേണ്ടത്. വലതുഭാഗത്ത് ഇരുന്ന് പ്രഷർ ചെയ്ത് അപ്ലൈ ചെയ്താലാണ് കറക്റ്റ് ഹാർട്ടിൻ്റെ അവിടേക്ക് ഈ പ്രഷർ വരുള്ളൂ. അത് 1 മിനിറ്റിൽ 100 to 120 വരെ കംപ്രഷൻ വരണം. ഇത് താഴേണ്ടത് ഏകദേശം 2 ഇഞ്ച് വരെ താഴണം. 5 to 6 സെൻറ്റിമീറ്റർ വരെ ഈ ഹാർട്ട് താഴണം. എങ്കിൽ മാത്രമേ ഹാർട്ട് വർക്ക് ചെയ്യുള്ളൂ. നെഞ്ഞ് താഴ്ന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഹാർട്ട് വർക്ക് ചെയ്യുള്ളൂ. ഹാർട്ട് വർക്ക് ചെയ്താലേ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്താ വെച്ചാൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ ഉടനെ തട്ടി വിളിക്കണം. തട്ടി വിളിച്ച് കഴിഞ്ഞാൽ റിപ്ലൈ തരും. റിപ്ലൈ ഇല്ല എങ്കിൽ നേരെ ഇയാൾക്ക് പൾസ് ഉണ്ടോ നോക്കണം. പൾസ് ഇല്ല എങ്കിൽ കറക്റ്റായിട്ട് ഇയാളുടെ മൂക്കുന്ന എന്തെങ്കിലും ശ്വാസങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ, വയർ റേസ് ചെയ്യണോ നോക്കാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തീരുമാനം എടുത്ത് പെട്ടെന്ന് ഇതിലേക്ക് കയറി വരണം. അതായത് ഒരു ഒപ്പമുള്ള ആൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വീടുകളിലൊക്കെ സ്ഥിരമായി കണ്ടുവരുന്ന ആൾക്കാർ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷനെ വിളിക്കാൻ പോകും, ആളെ വിളിച്ചു കൂട്ടും. അപ്പോൾ അതിലുപരി നമ്മൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം CPR കൊടുക്കണം. ഇതിൻ്റെ പേര് കാർഡിയോ പൾമണറി റിസിസ്റ്റേഷൻ, ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം. ഇതാണ്. അതിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളോ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ആണ് എന്ത് ചെയ്യാം, ഈ 30 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്ത് കൊടുക്കാം. ഇന്നെന്താ വെച്ചാൽ ബ്രീത്ത് നമ്മൾ ഈ കൊറോണ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം റെസ്ക്യൂ ബ്രീത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. എങ്കിലും ചെറിയ കുട്ടികളോ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ സലൈവയോ ഛർദിയോ കാര്യങ്ങളോ വന്നിട്ടില്ല എങ്കിൽ മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് വായിൽ നമുക്ക് ഊതാം. പക്ഷെ അതിന്ന് മെഡിക്കൽ സയൻസ് പറയുന്നില്ല എങ്കിലും അതത്ര പ്രായോഗികമല്ല. പക്ഷേ പ്രഷർ പ്രധാനപ്പെട്ടതാണ്. ഇതൊരിക്കലും വിടരുത്. കുട്ടികളിലും ഏകദേശം ഇതേ മോഡലാണ് ചെയ്യേണ്ടത്. അതിന് ചെറിയ വ്യത്യാസം കണ്ട് പറയാം. പക്ഷേ വലിയവരിൽ ഇതാണ് ചെയ്യേണ്ടത്. ഇത് എണ്ണിച്ചോളൂ. നമ്മൾ പറഞ്ഞ ഇതാണ് നിപ്പിൾ ലൈന്. ഈ നിപ്പിൾ ലൈന് ഇതേമാതിരി ഒരു മധ്യരേഖ വരച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന സെൻറ്ററിലായിരിക്കണം നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത്. പിടിക്കേണ്ടത് കാണിച്ചു തരാം. നമ്മൾ പ്രഷർ ഉള്ള കൈ മുകളിലും പ്രഷർ കമ്മിയുള്ള കൈയും അടിയിലും. എന്നുവെച്ചാൽ
1 2 3 4 5 6 7 8. അതായത് ഈ കൈ ഇളകരുത്. കൈയിൻ്റെ ഹീൽ ഭാഗം കൊണ്ടാണ് ഞെക്കേണ്ടത്. ഹീൽ നമുക്ക് ഈ നല്ല ബലമുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ഞെക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുട്ട് കുത്തിയിരുന്നിട്ട് നിലത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഒരു ബെഡിലോ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ സീറ്റിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് അല്ല, ഇത് പ്രയോജനത്തിൽ പെടില്ല. അപ്പോൾ അത് നല്ല ഹാർഡുള്ള സ്ഥലത്തായിരിക്കണം ചെയ്യണത്. ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നല്ല രീതിയിൽ ഒരു പരന്ന വണ്ടി, ആംബുലൻസോ അല്ലെങ്കിൽ ബാക്ക് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് വേണം ഇയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇയാൾക്ക് ഈ എയർവേ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് താടി ഒന്ന് പൊന്തിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എയർവേ വളരെ ക്ലിയർ ആവും. ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ അഥവാ ഞെക്കിക്കഴിഞ്ഞാൽ 1-2 സൈക്കിൾ കഴിയുമ്പോഴേക്ക് ഇദ്ദേഹം കൊക്കി കുരച്ച് നീക്കുമെന്നുള്ളതാണ്. അഥവാ അങ്ങനെ നീച്ചുവെങ്കിൽ അദ്ദേഹത്തെ നേരെ പിന്നെ നമ്മൾ റിക്കവറി പൊസിഷനിലേക്ക് കടത്തണം. റിക്കവറി പൊസിഷനിലേക്കാണ് കടത്തേണ്ടത്. ആ റിക്കവറി പൊസിഷനിൽ കടത്തി കഴിഞ്ഞാൽ ആ കടത്തിയും കൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. റിക്കവറി പൊസിഷനിൽ കടത്തുക എന്ന് പറഞ്ഞത് ലെഫ്റ്റ് ലാറ്റർ പൊസിഷനിലാണ് നമ്മൾ റിക്കവറിയിൽ കടത്തേണ്ടത്. ലെഫ്റ്റ് ലാറ്റർ പൊസിഷനിൽ ഇതാണ് ലെഫ്റ്റ് ലാറ്റർ പൊസിഷൻ. ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന അതേ മോഡലാണ് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ് ഇയാൾ കടത്തേണ്ടത്. ഇദ്ദേഹത്തെ എന്ത് ചെയ്യാം, എയർവേ ക്ലിയർ ചെയ്ത് വെച്ച് കൊക്കി കുരച്ച് നീച്ചുവെങ്കിൽ ഇതേ മോഡലിലാണ് കടത്തിയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇദ്ദേഹത്തെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇയാൾക്ക് പൾസ് പോകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇതേ പൊസിഷനിൽ ഇയാൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇദ്ദേഹത്തിന് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാനോ നമ്മൾ പാടില്ല. കാരണം ഇയാൾക്ക് വേറെ കൂടുതൽ സർജറി ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അനസ്തേഷ്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ. ഓൾറെഡി നമുക്ക് ചെയ്യേണ്ടത് CPR മാത്രമാണ്. എത്രയും വേഗം എന്ത് ചെയ്യാം, അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് സാധാരണ ഈ ഹാർട്ട് അടിക്കുന്ന സമയത്ത് ഹാർട്ട് എന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും തലതിരിച്ചിലൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കാരണം കൃത്യമായിട്ട് ഉറക്കമില്ലാതെ വരിക, ഷുഗർ ലെവൽ കുറയുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാർട്ട് വർക്കിങ്ങിന് കമ്മിയാവും. അതുകൊണ്ട് നമ്മൾ തട്ടി വിളിക്കുന്നത്, ഷോൾഡറിൽ തട്ടി ശക്തിയായിട്ട് വിളിക്കണം. നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ മുന്നിൽ വെച്ചിട്ട് ഒരു മരണപ്പെടുക പറയുമ്പോൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം പരിപാടികൾ, ഈ സന്ദർഭങ്ങളൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രോമാ കെയറും മലബാർ ന്യൂസും കൂടി നമുക്ക് ഈ ഒരു സംവിധാനം എല്ലാ ജനങ്ങളിലേക്കും എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാവരും അത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക, എപ്പിസോഡുകൾ കാണുക, മനസ്സിലാക്കിയും കൊണ്ട് നമ്മൾ ഇത്തരം പരിപാടികൾ ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സിന് കയറുക, ഫസ്റ്റ് എയ്ഡ് പഠിക്കുക. കാരണം ഹോസ്പിറ്റലിൽ എത്തുന്നവരെ നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് എയ്ഡ്. ആ ഫസ്റ്റ് എയ്ഡ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഒരിക്കലും കൈവിടാതെ ചേർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം നമ്മൾ വലിയ ആൾക്കാരുടെ സൂചിപ്പിച്ച അതേമാതിരിയാണ് ചെറിയ കുട്ടികൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് ഇതേമാതിരി ശ്വാസം പോവുക എന്നുള്ളത് സാധാരണ സംഭവിക്കുന്ന അമ്മമാരൊക്കെ നമുക്ക് മുലയൂട്ടുന്ന സമയത്തൊക്കെ തരിപ്പിൽ കയറുക അല്ലെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടാവുക, അങ്ങനെയൊക്കെ ആവണ സമയത്ത് നമ്മൾ ഇതേമാതിരി CPR കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന പനി ഫിക്സ് ഇളകുന്ന സമയത്തൊക്കെ കുട്ടിക്ക് ശ്വാസം പോകുന്ന സമയത്തും ഇതേ പ്രക്രിയയാണ് നമ്മൾ കൊണ്ടുനടക്കേണ്ടത്. അതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ വളരെ കെയർ ചെയ്തിട്ട് പോകണം. കാരണം 2 കൈയൊന്നും വെച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ റിക്സുകളൊക്കെ പൊട്ടിപ്പോകും, വളരെ നേർത്തതാണ്. അപ്പോൾ എന്ത് വെച്ചാൽ ഒരു കുട്ടീനെ നേരെ കൃത്യമായിട്ട് നമ്മൾ കയ്യിൽ ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് 2 വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനൊരു 15 തവണ നമ്മൾ എങ്ങനെ ചെയ്യുക, 1 2 3 ഏകദേശം ടൈമൊക്കെ അതേമാതിരി തന്നെയാണ് വലിയ ആൾക്കാരെ മരുന്ന്. പക്ഷേ 15 തവണ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. റിക്സ് കനമുള്ള കുട്ടികളാണെങ്കിൽ 3 വിരൽ ഉപയോഗിച്ച് ചെയ്യുക. കുറച്ചും കൂടിയും കനമുള്ളതാണെങ്കിൽ 4 വിരൽ ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് അതിലും ശരിക്കും അത് റിക്സ് വളങ്ങില്ലെങ്കിൽ 2 കൈയും കൂട്ടിയിട്ട് നമ്മൾ ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ മുഖറ് നേരെ പിടിച്ച് നമുക്ക് മൂക്കും വായും കൂടി
ഇങ്ങനെ പോയിട്ട് 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ പറ്റും. 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ പറ്റും. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ നേരെ ചുമലിൽ വെച്ചിട്ട് അങ്ങനെ കൊട്ടി കൃത്യമായി നേരെ ലോക്ക് ചെയ്ത് പിടിക്കണം. കാരണം കുട്ടികളുടെ തല പറഞ്ഞത് വെയിറ്റ് കൂടുതലാണ്. കുട്ടികൾ കൊഴിഞ്ഞ് താഴ്ന്നു പോകാൻ സാധ്യത കൂടുതലാണ്. സാധാരണ നമ്മളെന്താ കണ്ടുവരിക വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പായുന്നൊരു സിറ്റുവേഷനാണ് കണ്ടുവരാറ്. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഇവർക്കും കുട്ടികളെ നമ്മളെല്ലാം കെയർ ചെയ്തുകൊണ്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ അവർക്ക് വേണ്ട ഇതേമാതിരിയുള്ള CPR മോഡലുള്ള പരിപാടികൾ ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ. കുട്ടികൾ 100% രക്ഷപ്പെടുന്നുള്ള കാര്യം ഷുവറാണ്.